ശ്രീ സുനിൽ പി ഇളയിടം ഇന്ന് നമ്മോടൊപ്പം ഫേസ് ടു ഫേസ്. സ്വാഗതം മാഷേ. നമസ്കാരം. ഈ പൂക്കോട് വെറ്റിനറി കോളേജിലെ സംഭവം, ഈ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥി മരിച്ചത്, മരണം എന്ന് വെച്ചാൽ കൊലപാതകം എന്ന് തന്നെ വിളിക്കാവുന്നൊരു മരണം, അത് സമീപകാലത്ത് കേരളത്തിൽ നമ്മൾ കേട്ടിട്ടില്ലാത്തത്ര വലിയ ക്രൂരത ഉള്ളതായിട്ട് തോന്നി. മാഷ് എന്താ അതിനെപ്പറ്റി വിചാരിക്കുന്നത്? അതെ, നിശ്ചയമായിട്ടും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് ഓർമ്മയില്ല. ഇപ്പം ചില സദാചാര ആക്രമണങ്ങളൊക്കെ നമ്മൾ അവിടെ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു കലാലയത്തിൻ്റെ ഉള്ളിൽ വെച്ചൊരു വിദ്യാർത്ഥിയെ ഒരു വലിയ കൂട്ടം ഇതുപോലെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സംഭവം എൻ്റെ ഓർമ്മയിൽ ഈ നിലയിലില്ല. ഒറ്റതിരിഞ്ഞ ആക്രമണങ്ങളോ അല്ലെങ്കിൽ സംഘർഷങ്ങളോ ഒക്കെ സ്വാഭാവികമായിട്ടും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ നിലയിൽ ഒരു എന്താ പറയുക, ഒരു ആൾക്കൂട്ട വിചാരണയാണല്ലോ. ഒരു മോബ് ലിഞ്ചിങ് എന്നൊക്കെ നമ്മൾ ഈ ഉത്തർപ്രദേശിനെയും ഉത്തരേന്ത്യയിലെ വർഗീയ ആക്രമണങ്ങളെയും കുറിച്ച് പറയുന്നതിൻ്റെ ഏതാണ്ട് അതേ യുക്തിയിലും അതിനേക്കാൾ ക്രൂരവുമായിട്ടാണ് ഇതിൻ്റെ വിവരണങ്ങൾ വായിക്കുമ്പോൾ തോന്നുന്നത്. സ്വാഭാവികമായിട്ടും അത് ഞാൻ കരുതുന്നത് കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ മനസാക്ഷിയെയും നമ്മുടെ വിദ്യാർത്ഥി ജീവിതത്തിനെ കുറിച്ചുള്ള നമ്മുടെ വീക്ഷണങ്ങളെയും ആകമാനം മാരകമായി ബാധിക്കുന്ന ഒരു ഹീനമായ കുറ്റകൃത്യമായിട്ട് തന്നെയാണ് അതിനെ കാണാൻ പറ്റുള്ളൂ. ഒരു നിലയ്ക്കും നമുക്കതിനെ എന്താ പറയുക, വച്ച് ഓർപ്പിക്കാനോ പറ്റുന്നൊരു കാര്യമേ അല്ല. ഇതിനകത്ത് പക്ഷേ ഇങ്ങനെ ഒരു വയലൻസിൻ്റെ ഒരു വല്ലാത്ത ഒരു പ്രകടനം, അതായത് ഒരുപക്ഷെ നമ്മളിങ്ങനെ ദിവസങ്ങളോളം, അതെ അതെ ഒന്നിലേറെ ദിവസങ്ങൾ ഒരു മുറിയിലും മറ്റുമിട്ട് ഭക്ഷണം കൊടുക്കാതെ ഈ വസ്ത്രങ്ങൾ ഊരി മാറ്റിയിട്ടൊക്കെ വല്ലാത്ത തോതിൽ ആക്രമിക്കുക എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ ഈ സംഭവത്തെക്കുറിച്ച് മാത്രമായിട്ടുള്ളൊരു കാര്യമായിട്ടല്ലോ ആലോചിക്കേണ്ടത്, അല്ലേ? നമ്മൾ വലിയ തോതിൽ നമ്മൾ പരിഗണിക്കേണ്ടത്. അതെ അതെ അല്ല, അതാണ് ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ചൊരു കാര്യം. നമ്മൾ ഇതിനെ കാണേണ്ടത് ഒരു ക്യാമ്പസിനകത്ത് കിടന്ന ഒരു ആക്രമണം, കയ്യേറ്റം എന്ന നിലയിലല്ല. അത് സ്വാഭാവികമായിട്ടും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുൻപും സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു നിലയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹീനമായ ഒരു ആൾക്കൂട്ട ആക്രമണത്തിൻ്റെ ഒരു സ്വഭാവം കാണാം. അത് ഒരു വയലൻസിൻ്റെ ഒരു മാനസികമായ ഒരു ആവിഷ്കാരം കൂടിയായിട്ട് തോന്നുന്നു. വാസ്തവത്തിൽ ഇപ്പോൾ കുട്ടികൾ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാവുകയോ അത്തരത്തിൽ കാര്യങ്ങൾ വരികയോ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഒരാളെ ഈ നിലയിൽ ഇപ്പോൾ ഈ പറഞ്ഞ റിപ്പോർട്ടുകളിലൊക്കെ കണ്ട നിലയ്ക്കാണെങ്കിൽ അത് എത്രയോ മാരകമാണ്. ശരിക്കും നമ്മൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തെയും വിദ്യാഭ്യാസ അന്തരീക്ഷത്തെയും കുറിച്ചൊക്കെ വച്ച് പുലർത്തുന്ന എല്ലാ ബോധ്യങ്ങളെയും വേരോടെ പറിച്ചു കളയാൻ പോകുന്ന അത്ര ഗുരുതരമായ നടപടികളാണ് ആ കുട്ടികളുടെ ഭാഗത്ത് നിന്നുണ്ടായത്. മാത്രമല്ല അത് കണ്ടു നിൽക്കുന്ന മറ്റു കുട്ടികൾ അതേക്കുറിച്ചൊന്നും പുറത്ത് പറയാതിരിക്കുന്ന സ്ഥിതി, ഇത് ചെറുക്കേണ്ട ആളുകൾ എന്ന് കരുതുന്നവർ തന്നെ ഇതിൻ്റെ നടത്തിപ്പുകാരായി മാറുന്ന സ്ഥിതി, അങ്ങനെ നോക്കിയാൽ എല്ലാ നിലയിലും നമ്മെ വല്ലാതെ എന്താ പറയുക, പേടിപ്പെടുത്തുന്ന ഒരു നിലയിലേക്കാണ് അത് പോയത്. ഇതിൽ മാധ്യമങ്ങൾ വലുതായിട്ട് ചർച്ച ചെയ്യുന്നത് നമ്മുടെ തന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പരിഗണനകളിലൊന്നായിട്ട് എനിക്കൊക്കെ തോന്നുന്നത് ഇതിനകത്ത് SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ സാന്നിധ്യമാണ്. സാന്നിധ്യമോ അസാന്നിധ്യമോ രണ്ടായിട്ടും അവരുടെ ഇതുണ്ട് അവിടെ. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കണം? അതായത് ഒന്ന്, ഇവർ മാധ്യമങ്ങൾ വല്ലാത്ത തോതിൽ SFI ഈ സംഭവത്തിൽ വിമർശിക്കുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ദിവസങ്ങളിലെല്ലാം അത് അവർ അർഹിക്കുന്നതാണ് എന്നാണ്. SFI പൊതുവിൽ തന്നെയും അവർ അർഹിക്കുന്നതാണെന്നാണ് തോന്നിയിട്ടുള്ളത്. മാഷ്ക്ക് അങ്ങനെ തന്നെയാണോ തോന്നിയിട്ടുള്ളത്? അതെ അതെ SFIക്ക് അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും മാറാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ SFIയുടെ ഏതെങ്കിലും അനുയായിയായ ഒരാൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിനിപ്പോൾ സംഘടന മൊത്തം ഉത്തരവാദിത്വം പറയുക എന്നുള്ളതൊന്നും ചിലപ്പോൾ നടന്നൊന്നും വരില്ല, സാധ്യമല്ല. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. ഒരു ക്യാമ്പസിൽ ഇങ്ങനെ ഒരു മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് തടയാൻ ഒന്നാമതായി ഉത്തരവാദിത്തപ്പെട്ടവർ SFIക്കാരാണ്. അങ്ങനെ തടഞ്ഞാണല്ലോ SFI ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ഇത്ര കാലം കൊണ്ട് വളർന്നു വന്നത്. ഇപ്പം നമ്മുടെ പരിചയത്തിലുള്ള, ഇപ്പം ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലത്തും അവിടെ ഈ മയക്കുമരുന്നിനെതിരായിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്കെതിരെയോ എത്രയോ സമരങ്ങൾ നമ്മൾ നടത്തി. കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും നടത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ചും പ്രൊഫഷണൽ കോളേജുകളിൽ. അതാണ് SFIയുടെ അടിസ്ഥാന രാഷ്ട്രീയം എന്നിരിക്കെ SFIയുടെ യൂണിറ്റ് തലത്തിലെ നേതാക്കൾ, അവിടെ ക്യാമ്പസ് യൂണിയൻ്റെ നേതാക്കൾ, ഇവരെല്ലാം നേതൃത്വം കൊടുത്താണ് ഈ കാര്യങ്ങൾ നടത്തിയതെന്ന് വരുമ്പോൾ വാസ്തവത്തിൽ ഇവരെങ്ങനെ SFIയിൽ വന്നു എന്നത് വാസ്തവത്തിൽ SFI ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ മുമ്പ് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പഴയ SFI നേതാക്കളിൽ ഒരാൾ പോയിട്ട് ഇപ്പോൾ BJPയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്നല്ലോ, പക്ഷെ കോൺഗ്രസിൻ്റെ MP ആയിട്ടൊക്കെ അബ്ദുൾ കുട്ടി. അപ്പം ഞാൻ അതിനെക്കുറിച്ച് എഴുതിയ സമയത്ത് മുമ്പൊരിക്കൽ എഴുതിയ ഒരു വാക്യം എന്താണെന്ന് വെച്ചാൽ,
ഇയാളെങ്ങനെ അവിടെ എത്തി എന്നുള്ളതല്ല വാസ്തവത്തിൽ ലെഫ്റ്റിൻ്റെ പ്രശ്നം. ഇയാളെങ്ങനെ ഇടതുപക്ഷത്ത് കുറേ കാലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ലെഫ്റ്റ് ആലോചിക്കേണ്ടത് എന്ന് എഴുതുകയുണ്ടായി. ഏതാണ്ട് സമാനമായ നിലയിൽ ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്യാൻ കെൽപ്പുള്ള അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ആളുകളായിട്ട് ഉള്ളവർ എങ്ങനെ, വാസ്തവത്തിൽ ഇതൊരു ക്രിമിനൽ ആക്ടിവിറ്റി ആണല്ലോ, അല്ലാതെ ഉണ്ടായി വരുന്നൊരു സംഘർഷമൊന്നുമല്ല. അപ്പം അങ്ങനെ ഒരു കൂട്ടം SFIയുടെ നേതൃത്വത്തിലേക്ക് വന്നു എന്നുള്ളത് വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യമാണ്. അതിൽ ഇപ്പോൾ 3 പേരായാലും 30 ആളായാലും അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് SFIക്ക് പിൻവാങ്ങാൻ കഴിയില്ല. അത് മാധ്യമങ്ങളുടെ ആക്രമണത്തിൽ വേറെ അജണ്ടയും വേറെ രാഷ്ട്രീയവും ഉണ്ട്, അത് നമുക്ക് അന്യോന്യം മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷെ മാധ്യമങ്ങളുടെ രാഷ്ട്രീയം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇഷ്യൂ ഇല്ലാതാക്കാനോ അത് പറഞ്ഞ് ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ഒഴിഞ്ഞു നിൽക്കാനോ ഒന്നും പറ്റില്ല. മാത്രമല്ല SFI സമ്മതിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ SFIയുടെ സ്റ്റേറ്റ് പ്രസിഡന്റിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ അവരത് ക്ലിയറായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്കതിൽ ഉത്തരവാദിത്വമുണ്ട്, അതിൽ ഞങ്ങളുടെ പ്രവർത്തകർ ഇതിൽ വന്നു എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം SFI ഏൽക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ കരുതുന്നത് അങ്ങനെ ഉത്തരവാദിത്വം ഏൽക്കുന്നു എന്ന് പറയുന്നതിനപ്പുറം ആലോചിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി വാസ്തവത്തിൽ തുടർന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ ഒരു പൊതുസ്ഥലത്തെ വയലൻസ്, നമ്മളിപ്പോൾ ഒരു ബഹളം, ഒരു ആൾക്കൂട്ടത്തിനിടയിൽ എപ്പോഴെങ്കിലും വെച്ച് ഒരാൾ മർദ്ദിക്കപ്പെടുമ്പോൾ, കുറേ ആളുകൾ ചേർന്ന് മർദ്ദിക്കപ്പെടുമ്പോൾ ആരെങ്കിലും ഒരാളെങ്കിലും കേരളത്തിൽ അല്ലെങ്കിൽ 1-2 ആളുകളെങ്കിലും തടസ്സം പിടിക്കാൻ വേണ്ടി വരും. ഇതിപ്പോൾ ഈ ക്യാമ്പസിൽ ഇങ്ങനെ ഉണ്ടായി, ഇയാൾ വയലൻസിന് നിരന്തരമായിട്ട് ദിവസങ്ങളോളം ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. അത് ശാരീരികമായിട്ടുള്ള വയലൻസ് അല്ല, അതില്ലാത്ത സമയത്ത് മാനസികമായിട്ടുള്ള വയലൻസിനാണല്ലോ അയാളുള്ളത്. അപ്പോൾ ഒരാൾക്ക് പോലും ഇത് പുറത്തേക്ക് അറിയിച്ചിട്ട് തടയണമെന്നോ ഇത് ശരിയല്ല നിങ്ങൾ ഈ ചെയ്യുന്നതെന്ന് പറയാനോ പറ്റിയിട്ടില്ല എന്നത് അതേ നിലക്ക് എങ്ങനെയാണ് അങ്ങനെ മനുഷ്യരായി പോകുന്നത് ചെറുപ്പക്കാരായിട്ടുള്ള. അതെ, അത് വാസ്തവത്തിൽ നമ്മെ കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം അതാണ്. കാരണം ഒരു സംഘം ഒരു ആൾക്കൂട്ട ആക്രമണം നടത്തുന്നു എന്ന് ഇരിക്കെ അതിൻ്റെ എന്താ പറയുക, നിസ്സഹായരായ കാഴ്ചക്കാരായിട്ടോ നടത്തിപ്പുകാരായിട്ടോ പിന്തുണക്കാരായിട്ടോ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ മൊത്തം മാറിത്തീരുന്നു എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിലൊരു വിദ്യാർത്ഥി സമൂഹത്തെക്കുറിച്ച് പ്രതീക്ഷിക്കാവുന്നതിനും അപ്പുറമാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. ഭയത്തിൻ്റെ അന്തരീക്ഷമാണ്. ഭയത്തിൻ്റെ അന്തരീക്ഷമാണ് എങ്കിൽ നിശ്ചയമായിട്ട് ഇത് കൂടുതൽ ഗുരുതരമാണ്. കാരണം ഒരു കുട്ടിക്ക് തൻ്റെ അഭിപ്രായം പറയാൻ പറ്റാത്ത മട്ടിൽ ഭയം ഒരു ക്യാമ്പസിൽ ഭരിക്കുകയും അതിൻ്റെ നേതൃത്വത്തിൽ SFIയുടെ ഒക്കെ ആളുകൾ ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ SFI എന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥവും ഇല്ല. അതൊരു ക്രിമിനൽ സംഘമായി മാറി എന്നതാണ് അതിൻ്റെ അർത്ഥം. എന്തായാലും ആ മൗനവും നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. ഈ അക്രമം പോലെ തന്നെ ഈ മൗനവും നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഇതിൽ ഈ എല്ലാവരും മാധ്യമങ്ങൾ പ്രത്യേകിച്ചും പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ക്യാമ്പസുകളെല്ലാം SFI മാത്രമുള്ള ക്യാമ്പസുകൾ മാത്രമായിട്ട് മാറി എന്നാണ്. ഇത് ചില സന്ദർഭങ്ങളിൽ ചില സംസാരങ്ങളിൽ SFIയുടെ നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവർ ഈ എതിരാളികളെയും ഞങ്ങൾ ഉണ്ടാക്കണോ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഈ ക്യാമ്പസുകൾക്കകത്ത് ഈ രാഷ്ട്രീയമായിട്ട് പല അഭിപ്രായങ്ങളുള്ള സംഘടനകളും വ്യക്തികളും ഇല്ലാതെ പോകുന്നുണ്ടോ? അല്ല, ഞാനതിൽ 2 കാര്യങ്ങളാണ് എൻ്റെ ഒരു അനുഭവത്തിൽ തോന്നുന്നത്. ഒന്ന്, ഈ ഇപ്പോൾ എതിർ പാർട്ടികൾ ഇല്ലാതാകുന്നതിന് പല കാരണങ്ങളുണ്ട്. ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒരുതരം ബലപ്രയോഗത്തിലൂടെ മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത സ്ഥിതി വരുന്നുണ്ടെന്നുള്ള ആരോപണമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിശ്ചയമായിട്ട് SFI പരിശോധിക്കേണ്ടതാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം വ്യത്യസ്ത അഭിപ്രായങ്ങൾക്ക് ഇടം ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതില്ലാതെ വരുന്നതിൻ്റെയും പിന്നെ ഈ സംഘടനാ ശരീരത്തിൽ വന്ന ചില പ്രശ്നങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കുറേ കാലം ഇപ്പോൾ 10-25 വർഷമായിട്ട് ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് കൂടി എനിക്ക് തോന്നുന്നൊരു കാര്യം, സംഘടനകൾക്ക് അതിൻ്റെ അടിസ്ഥാന രാഷ്ട്രീയത്തെ സംഘടനാ ജീവിതത്തിൻ്റെ പ്രധാന ഘടകമായിട്ട് കാണാൻ പറ്റുന്നില്ല. തങ്ങളുടെ വീക്ഷണം എന്താണ്, രാഷ്ട്രീയം എന്താണ്, പ്രത്യയശാസ്ത്ര നിലപാട് എന്താണ്, സാമൂഹിക ദർശനം എന്താണ് എന്നത് കൃത്യമായി തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് കുറഞ്ഞു വരികയാണ്. ഇതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുതരം ആൾക്കൂട്ടമായിട്ട് സംഘടന മാറും. നമുക്ക് രാഷ്ട്രീയം കൊണ്ടേ ആളുകളെ ഒരുമിപ്പിച്ച് നിർത്താൻ പറ്റും. രാഷ്ട്രീയമില്ലെങ്കിൽ പിന്നെ ആൾക്കൂട്ടമാണല്ലോ. ആ ആൾക്കൂട്ടത്തെ കൂട്ടിയിണക്കുന്നത് വേറെ എന്തെങ്കിലും താല്പര്യങ്ങളായിരിക്കും. അവരുടെ അപ്പോഴത്തെ ഏതെങ്കിലും തിരഞ്ഞെടുപ്പ് വിജയമോ അങ്ങനെയുള്ള ഓരോ ഇഷ്യൂസ് ആയിരിക്കും. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കൂട്ടത്തിന് എപ്പോൾ വേണമെങ്കിലും മറ്റൊരു മോബായി മാറാനും അതിൻ്റെ സ്വഭാവാർജിക്കാനും കഴിയും. ഈ മോബിനെ അങ്ങനെ തന്നെ എന്താ പറയുക പറിച്ചെടുത്ത് മറ്റൊരു സംഘത്തിന് അവരുടെ അജണ്ടയിലേക്ക് ചേർക്കാനും പറ്റും. ഇപ്പം ഈ സംഭവത്തിൽ എനിക്ക് തോന്നിയൊരു കാര്യം, അടിസ്ഥാന രാഷ്ട്രീയ ബോധ്യമുള്ള ആളുകളാണ് അവിടെ ലീഡർഷിപ്പിലുള്ളതെങ്കിൽ അവർ ഈ സംഭവത്തെ ചെറുക്കുക തങ്ങളുടെ ഉത്തരവാദിത്തമായിട്ട് കാണുമല്ലോ, സംശയരഹിതമായിട്ടും കാണും. ഇല്ലാതെ മറിച്ച് ഇത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇത് നടത്തുന്ന ആളുകളായിട്ട് ഇവർ മാറുകയോ നിശബ്ദ പങ്കാളികളാവുകയോ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം ഇതിൻ്റെ രാഷ്ട്രീയം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ കരുതുന്നൊരു കാര്യം, ഞാൻ
നേരത്തെ പറഞ്ഞതുകൊണ്ട് SFI ലീഡർഷിപ്പ് അടക്കം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സംഘടനാ ശരീരത്തിൽ അടിസ്ഥാന രാഷ്ട്രീയമുണ്ടോ? കമ്മിറ്റി ഉണ്ടോ എന്നുള്ളതല്ല, കമ്മിറ്റിയിലിരിക്കുന്ന ആളുകൾക്ക് രാഷ്ട്രീയമുണ്ടോ? രാഷ്ട്രീയമായ നിലപാടുകളെ, ബോധ്യങ്ങളെ മുൻനിർത്തിയാണോ പ്രവർത്തനങ്ങൾ നടക്കുന്നത്? അതല്ലാതെ തിരഞ്ഞെടുപ്പ് എത്തുമ്പോൾ മാത്രമുള്ള ഒരു സംഘടനാ പ്രവർത്തനം, അല്ലെങ്കിൽ ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ ഉള്ള സംഘടനാ പ്രവർത്തനം എന്ന നിലയിലേക്ക് സംഘടനയെ ആൾക്കൂട്ടമാകാൻ അനുവദിക്കാത്ത ഒരു നിലപാട് വേണം. അപ്പോൾ വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ സംഘടന എന്താ പറയുക ക്ലാസ്സുകൾക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഒരു കഴിഞ്ഞ 10-25 വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. പല തരത്തിലുള്ള വിദ്യാർത്ഥി ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ ഉള്ള. പൊതുവിൽ ഞാൻ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രദ്ധാപൂർവം അക്കാര്യങ്ങൾ പിന്തുടരാൻ സന്നദ്ധരായ കുട്ടികൾ കുറവാണ്. ക്ലാസ് നടക്കുന്നുണ്ടാവും, പക്ഷെ അതിൻ്റെ ഔട്ട്കം എന്താണെന്ന് ഇരിക്കുകയും കൂട്ടുകയും ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയുന്ന സമയത്ത് പകുതി ആളുകളെങ്കിലും മറ്റ് പല കാര്യങ്ങളിൽ മൊബൈലായിട്ടോ വർത്താനായിട്ടോ അങ്ങനെയൊക്കെ പോകുന്നത്. മുമ്പ് നമ്മൾ അങ്ങനെയല്ല, എത്രയോ ശ്രദ്ധാപൂർവം ഓരോ രാഷ്ട്രീയ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇപ്പം ഞങ്ങളുടെയൊക്കെ തലമുറ എന്ന് പറയുന്നത് സാമൂഹ്യബോധം ആർജിച്ചത് തന്നെ സംഘടനാ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്ന് അതിനു പകരം അതെല്ലാം ഒഴിഞ്ഞു പോകുന്ന ഒരു അന്തരീക്ഷം പൊതുവിലുണ്ട്. അതുകൊണ്ട് സംഘടന ശ്രദ്ധിക്കേണ്ടുന്ന ഒരു അടിസ്ഥാന കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, സംഘടനയെ അടിസ്ഥാനപരമായ ഒരു രാഷ്ട്രീയ ബോധ്യമുള്ള ഈ രാഷ്ട്രീയം സംഘടനയെ വിഴുങ്ങുന്നു. ആൾക്കൂട്ടമായിട്ട് മാറുന്ന സമയത്ത് സംഘടനയ്ക്ക് അതിൻ്റെ ബേസിക് പൊളിറ്റിക്സ് എന്താണ്, ഇതും അതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എന്തിനാണ് ഒരു ദിവസം സമരം നടക്കുന്നത്, അതിൻ്റെ ഇഷ്യൂ എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണ്ടേ? അല്ലാതെ സമരം നടത്തിയാൽ മാത്രം പോരല്ലോ. ഇതിലെപ്പോഴും ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ഈ സിദ്ധാർത്ഥൻ്റെ ഈ കൊലപാതകം എന്ന് വിളിക്കാവുന്ന ഈ മരണം ഉണ്ടായ സമയത്ത് വലിയ തോതിൽ ചർച്ച വരുന്ന വരികയാണ്. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഇത്ര വലിയ ചർച്ചയുണ്ടാവും, പക്ഷെ അത് ആ ബഹളം മാത്രമായിട്ടും ഒതുങ്ങും. ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണ്? കുറേ കൂടെ ഉള്ളിലേക്ക് ഇറങ്ങി ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടതല്ലേ? എന്തുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, സമാനമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് പോകുന്ന ആളുകൾ ഇത്ര വലിയ വയലൻസിൻ്റെ ആൾക്കാരായിട്ട് മാറുന്നു എന്നുള്ള ചിന്തയും മറ്റുമില്ല. പിന്നെ വരുന്നൊരു ചർച്ച SFI ഒക്കെ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയായിരുന്നു, വലിയ വയലൻസിൻ്റെ ആളുകളായിരുന്നു എന്നതാണ്. അപ്പോൾ ഇതിനകത്തുകൂടെ ഈ കാര്യങ്ങളെ കൂടുതൽ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്ത് കൊണ്ടുപോയിട്ട് ശരിക്കും ആ സംഘടനക്കകത്തും ആ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന കുട്ടികളിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ആലോചിക്കേണ്ടുന്ന ഉത്തരവാദിത്വം മുതിർന്ന രാഷ്ട്രീയക്കാർ കൂടെ ഉണ്ടാവുമല്ലോ. ഞാൻ പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയക്കാരുടെ മാത്രം കാര്യം, കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ ആ ഒരു ചിന്തയിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു സംഭവമായിട്ട്, നിർഭാഗ്യകരമായിട്ടുള്ള അങ്ങേയറ്റം ഹീനമായിട്ടുള്ള ഈ സംഭവത്തെ കാണണ്ടേ നമ്മൾ? നിശ്ചയമായിട്ടും. അല്ല, അതിൽ രണ്ട് കാര്യം എനിക്ക് തോന്നുന്നുണ്ട്. ഒന്ന്, നമ്മുടെ പൊതു അന്തരീക്ഷത്തിൽ എല്ലാ രൂപത്തിലും ശക്തിപ്പെട്ടു വരുന്ന വയലൻസിൻ്റെ ഒരു അന്തരീക്ഷമുണ്ട്. അത് ഞാൻ പറയുന്നത് രാഷ്ട്രീയ സംവാദങ്ങളായാലും പൊതു ചർച്ചകളായാലും ഈവൻ സോഷ്യൽ മീഡിയയിലെ ചെറുതും വലുതുമായ കമൻറ്റുകൾ മുതൽ ഈ ഒരു തരം ഹിംസയുടെ ഭയങ്കരമായ ഒരു ആവിഷ്കാരമാണല്ലോ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന എല്ലാ ആളുകളും ഒരു പൊട്ടൻഷ്യൽ ഹിറ്റ്ലറാവാൻ റെഡിയായിട്ടിരിക്കുകയാണ്. അവസരമില്ലാത്തതുകൊണ്ടാണ് എന്ന മട്ടിലാണ്. നോക്കൂ, ഇപ്പോൾ 2 ആളുകളുണ്ടെങ്കിൽ അഭിപ്രായ ഭേദം ഉണ്ടാവുക എന്നുള്ളത് ഉറപ്പല്ലേ. ഞാൻ എപ്പോഴും ആദിക്കാറുള്ളൊരു കാര്യം, വ്യത്യാസങ്ങളെ നമ്മൾ വൈരുദ്ധ്യങ്ങളായി കാണേണ്ട കാര്യമില്ല. മൈത്രിയുടെ രാഷ്ട്രീയം അത് കൈവിട്ട് പോവുകയാണ്. അതെ, അതില്ല. അതുകൊണ്ട് അതിങ്ങനെ ശീലിച്ചു വരുന്നതോടെ താൻ ഒഴികെ ബാക്കി എല്ലാവരും തൻ്റെ ശത്രുക്കളാണെന്നൊരു മനോനില ഓരോ വ്യക്തിയിലും രൂപപ്പെട്ടാൽ പിന്നെ ഹിംസയുടെ ഒരു അന്തരീക്ഷം രൂപപ്പെട്ടാൽ മതി. അത് ആവിഷ്കരിക്കാൻ ഇവരെല്ലാം തയ്യാറാവും. ഇത് പൊതുവിൽ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്നുണ്ട്. ഇതിനെ ചെറുക്കാനുള്ളൊരു ശ്രമമോ ഇതിൻ്റെ ഒരു മാരകമായ ഭവിഷ്യത്ത് എന്താണ് എന്ന കാര്യമോ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പൊതുസമൂഹവും നമ്മുടെ മാധ്യമങ്ങളും ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. അത് സ്വാഭാവികമായിട്ടും ഏത് പ്രതലത്തിലേക്ക് അങ്ങനെ ഒരു വയലൻസ്, പൊട്ടൻഷ്യൽ വയലൻസ് നിങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടൊരു സന്ദർഭത്തിൽ അത് ആവിഷ്കരിക്കാനായിട്ട് അത് പറ്റുകയും ചെയ്യും. അതിനെ ചെറുക്കുന്നൊരു രാഷ്ട്രീയം ഇതിൻ്റെ ഉള്ളിലില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ വയലൻസാണ് ശരി എന്നതിലേക്ക് വരും. പിന്നെ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി ആവർത്തിക്കാൻ ഞാൻ കരുതുന്നത്, ഈ രാഷ്ട്രീയം നഷ്ടപ്പെടുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, ഒരു സംഘടനാബലം മാത്രമാണല്ലോ. അപ്പോൾ ഒരു തരം മുഷ്കിൻ്റെ സ്വഭാവം വരികയും അത് രാഷ്ട്രീയത്തിൻ്റെ പകരം രാഷ്ട്രീയത്തിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവമായിട്ട് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യും. ഇതും പലപ്പോഴും ക്യാമ്പസുകളിൽ സംഭവിക്കണതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതേസമയം തന്നെ ഇപ്പോൾ SFI ആകെ
ആകെ എല്ലാ കാലത്തും തെമ്മാടിക്കൂട്ടമാണ് എന്നൊക്കെ വാദിക്കുന്ന ആളുകളുണ്ട്. അതിപ്പോൾ അവരുടെ രാഷ്ട്രീയം എന്നല്ലാതെ ഇപ്പോൾ കഴിഞ്ഞൊരു 50 വർഷത്തെ കേരളത്തിലെ വിദ്യാർത്ഥി ജീവിതം ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് സംഘടനാ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ക്യാമ്പസിൽ കൊണ്ടുവന്ന ഗുണഫലങ്ങളെ കാണാതിരിക്കാനൊന്നും പറ്റില്ല. പോരായ്മ നിശ്ചയമായിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ പറയുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസത്തെ നമ്മുടെ സ്വകാര്യ മാനേജ്മെൻറ്റുകളുടെ ധനാസക്തിയും അവരുടെ മതവർഗീയ പ്രീണനങ്ങളും കൊണ്ടുണ്ടാക്കിയതിൻ്റെ ദോഷത്തിൻ്റെ ക്വാളിറ്റി ഇറോഷൻ അടക്കം ഗുണനിലവാര തകർച്ച അടക്കം ഉള്ളതിൽ അത് വഹിച്ച പങ്കിൻ്റെ 10% പോലും വിദ്യാർത്ഥി രാഷ്ട്രീയം വഹിച്ചിട്ടില്ല എന്നാണ് വ്യക്തിപരമായി ഞാൻ കരുതുന്നത്. കാരണം നമ്മുടെ വിദ്യാഭ്യാസ മേഖല അത്രയും തോതിൽ മതവർഗീയതയുടെയും ജാതീയതയുടെയും പിടിയിലല്ലേ അതിൻ്റെ നടത്തിപ്പ്. അത് ഫലിക്കാതിരിക്കുന്നത് ഇത് പൂർണ്ണമായിട്ട് അതിൽപ്പെട്ടേനെ. വാസ്തവത്തിൽ അതിൻ്റെ മാരകമായ ആക്രമണത്തെ ചെറുക്കുന്നത് വാസ്തവത്തിൽ ഈ വിദ്യാർത്ഥികളാണ്. അതിൻ്റെ നടത്തിപ്പുകാരെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനെതിരെ പറയുന്നു. അവരുടെ സർവാധിപത്യം നടക്കാത്തതിൻ്റെ വിദ്വേഷം കൂടി വാസ്തവത്തിൽ അവസരം കിട്ടുമ്പോൾ ഇവരെ ആക്രമിക്കാമെന്ന് വിചാരിച്ചതാണ്. അതുകൊണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനെതിരായ ഒരു സാർവത്രിക ആക്രമണത്തെ നമ്മൾ ഏത് നിലയ്ക്കും ചെറുത്തേ പറ്റൂ. അത് ഒരു ഭാഗത്ത് മതവർഗീയതയ്ക്കും മറ്റൊരു ഭാഗത്ത് ഈ മൂലധനത്തിനും വേണ്ടിയുള്ള വിടുപണി മാത്രമാണ്. അതിൽ യാതൊരു സംശയവും ഇല്ല. പക്ഷേ ഇതിനകത്ത് ഈ അധ്യാപകരുടെ ഇന്നത്തെ പത്രത്തിൽ ഡീനെയും മറ്റുമൊക്കെ സസ്പെൻഡ് ചെയ്തതായിട്ട് വാർത്ത വന്നിട്ടുണ്ട്. അധ്യാപകരുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാന്നിധ്യമോ അതായത് അവർ ഈ ഒന്നിലേറെ ദിവസങ്ങൾ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഒരു കുട്ടി അവിടെ നിന്ന് പീഡിപ്പിക്കപ്പെടുമ്പോൾ അവരുടെ ഒരു കുട്ടി ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുമ്പോൾ അത് അറിഞ്ഞിട്ടില്ല, അതിനകത്ത് വേണ്ട ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല, അവരിൽ എന്തെങ്കിലും ഞെട്ടലുണ്ടായിട്ടായിട്ടും പൊതുസമൂഹം ആകെ കുഴപ്പത്തിലേക്ക് വന്ന് വിമർശിച്ചപ്പോഴാണ് അവരിൽ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പരാമർശങ്ങളും മറ്റുമൊക്കെ വന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഇത് അറിയാതെയോ അറിഞ്ഞോ മിണ്ടാതിരുന്നൊരു അധ്യാപക സമൂഹത്തെ നമ്മൾ പൂർണ്ണമായിട്ട് വിമർശിക്കുകയും വലിയ തോതിൽ പരിശോധിക്കുകയും വേണ്ടതല്ലേ? നിശ്ചയമായിട്ടും പരിശോധന ആവശ്യമുള്ളതാണ്. എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളതിൻ്റെ 100% വിശദാംശങ്ങൾ എനിക്കിപ്പോഴും അറിഞ്ഞുകൂടെ, എന്തുകൊണ്ടാണ് അധ്യാപകർ അങ്ങനെ ആയത്. പക്ഷേ പൊതുവിൽ എനിക്ക് തോന്നുന്നൊരു കാര്യം, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂളുകളുടെ സ്ഥിതി കുറേ വ്യത്യസ്തമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഞാൻ കാണുന്നൊരു കാര്യം, ഏറിയ പങ്കും അധ്യാപകർ അവരവരുടേതായ ഒരു സ്വന്തം ഡൊമൈൻ ഉണ്ടാക്കി അവിടെ ജീവിക്കുകയാണ്. അതായത് ഇപ്പോൾ ഒരു സാമൂഹ്യ പ്രശ്നത്തിൽ തങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ട് എന്ന് കരുതുന്ന അധ്യാപകർ വളരെ കുറവാണ്. അക്കാഡമിക്സ് എന്ന് പറയുന്നത് തങ്ങളുടെ ഒരു സ്വകാര്യമായ ഒരു എക്സ്ക്ലൂസീവ് ഡൊമൈനായിട്ട് കാണുകയും അതിലിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് ക്യാമ്പസിലെ മറ്റ് കാര്യങ്ങളിലേക്കോ പൊതുസമൂഹത്തിലെ കാര്യങ്ങളിലേക്കോ, ഇപ്പോൾ ഞാൻ വ്യക്തിപരമായ എൻ്റെ ഒരു കാര്യം പറയാം ഈ സന്ദർഭത്തിൽ. അതായത് ഇപ്പോൾ ശബരിമല പ്രശ്നം വന്നു. ശബരിമല പ്രശ്നം കേരളത്തിൽ ഇത്ര കമ്മ്യൂണലായി വിഭജിക്കുന്ന ഒരു സ്ഥിതി വന്ന സമയത്ത് വാസ്തവത്തിൽ സോഷ്യോ സയൻസിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് അധ്യാപകർ, ഉന്നത വിജ്ഞാനമുള്ള ആളുകൾ കേരളത്തിലുണ്ട്. ഇവരുടെ മുൻകൈയിൽ ഇവരിതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കേണ്ട എത്ര പറ്റുന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ പ്രതിരോധിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ പിന്നെ ഈ വിജ്ഞാനത്തിന് എന്താണ് അർത്ഥം? വിജ്ഞാനം നിങ്ങൾക്ക് ക്ലാസ് മുറിയിൽ പോയി പറയാനും പ്രവർത്തിക്കാനും നിങ്ങളുടെ ഒരു സുരക്ഷ ഉറപ്പാക്കാനും മാത്രമാണ്. ഇതിനൊരു സാമൂഹ്യ ഫലമില്ല എന്ന് വന്നാൽ വാസ്തവത്തിൽ ഇപ്പോൾ സംഭവിച്ചൊരു കാര്യമായിട്ട് എൻ്റെ ഒരു തോന്നൽ ഞാൻ പറയാം. കുറേ കാലങ്ങളായിട്ട് ഈ അറിവെന്ന് പറയുന്നത് ഒരു തരത്തിലൊരു ഫെറ്റിഷ് ഒബ്ജക്റ്റാണ്. അവരവർക്ക് ഇങ്ങനെ പ്രവർത്തിക്കാനും സെമിനാറിൽ പേപ്പർ അവതരിപ്പിക്കാനും ക്ലാസ്സിൽ പഠിപ്പിക്കാനും ഒക്കെ ഉള്ളൊരു കാര്യം. ഇത് അവരുടെ ജീവിതത്തെയും ബാധിക്കുന്നില്ല, അവർ പഠിപ്പിക്കുന്ന ആളുകളെയും ബാധിക്കുന്നില്ല. ഇതിങ്ങനെ ഒരു ഒബ്ജക്റ്റായിട്ട്, ഫെറ്റിഷ് ഒബ്ജക്റ്റായിട്ട് മാറിത്തീരുന്നു. ഇത് വാസ്തവത്തിൽ നമ്മുടെ അധ്യാപക സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പോൾ കുട്ടികളുമായിട്ടുള്ള സൗഹാർദ്ദപരമായ ബന്ധം ഉണ്ടാക്കുക, അവരുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയുക, വ്യക്തിപരമായി അവരുടെ പ്രയാസങ്ങളെ കഴിയുന്ന പോലെയൊക്കെ പരിഹരിക്കാൻ അവർക്ക് തുണയായി തീരുക, പിന്നെ ബേസിക്കലി ജനാധിപത്യപരമായ ഒരു പെരുമാറ്റശീലം ഉണ്ടാക്കുക എന്നതൊക്കെ പ്രധാനമാണ്. അത് ഒക്കെ വേണ്ട അളവിൽ നടക്കുന്നുണ്ടോ എന്നത് സംശയമാണ്. ഈ ക്യാമ്പസിൽ എന്താണ് സംഭവിച്ചത്? നിശ്ചയമായിട്ടും സനീഷ് ചോദിച്ച പോലെ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായാൽ അധ്യാപക സമൂഹം അറിയണമല്ലോ. അറിഞ്ഞില്ല എന്ന് തന്നെ അവരുടെ പരാജയമാണ്. അതെ, പരാജയമാണ്. കാരണം ഒരു ആൾക്കൂട്ട വിചാരണ ഒരു ക്യാമ്പസിൻ്റെ നടുമുറ്റത്ത് അരങ്ങേറിയാൽ ആ ക്യാമ്പസിലുള്ള ആളുകൾ ഇത് ചെറുത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ? ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇത് പൊടുന്നനെ ഉണ്ടായതല്ല എന്നാണ്. ദീർഘകാലത്തെ ഒരു രീതി അവിടെ ഈ നിലയിലുണ്ട് എന്ന് പല വാർത്തകളിലും കാണുന്നുണ്ട്. എത്രത്തോളം ശരിയാണെന്ന് അറിഞ്ഞുകൂടാ. ഒരു തരത്തിലുള്ള വിചാരണയുടെയും ശിക്ഷാവിധികളുടെയും ഒക്കെ ഒരു സമ്പ്രദായം അവിടെ ഉണ്ടെന്നാണ് പല റിപ്പോർട്ടുകളിലും കണ്ടത്. അതൊക്കെ ശരിയാണെങ്കിൽ മാരകമായ ഒരു രോഗമാണ് സംഘടനയെ ബാധിച്ചിട്ടുള്ളത്. അത് ഇപ്പോൾ ഈ 3 പേര് ഇതിൽ ഉൾപ്പെട്ടു എന്നുള്ളതൊന്നും അല്ല അതിൻ്റെ പ്രശ്നം. അടിസ്ഥാനപരമായി സംഘടനാ രാഷ്ട്രീയത്തിന് വിരുദ്ധമായ
ഒരു നിലയ്ക്കും വച്ചുറപ്പിച്ചു വിടാത്ത രീതിയിൽ സംഘടന പ്രവർത്തിക്കുന്ന സ്ഥിതി വന്നു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പം അതിലധ്യാപകരും അതുപോലെ തന്നെ വിജിലൻ്റ് ആകേണ്ടതായിരുന്നു. അതും ആയില്ല എന്ന് വേണം കാണാൻ. ഈ വിഷയത്തിൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൽ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വന്ന ചർച്ചകൾ നോക്കിയാൽ, ഈ എങ്ങനെയാണോ സിദ്ധാർത്ഥ് ഒരാൾക്കൂട്ടാക്രമണത്തിന് വിധേയമായത്, അതേ ഹിംസാത്മകതയോടെയാണ് ഇതിൻ്റെ മറുപുറത്ത് നിന്ന് ഇതിനെതിരെയുള്ള വാദങ്ങൾ ഉയരുന്നത്. ഈ ഭാഷയൊക്കെ ശ്രദ്ധിച്ചാൽ കൊല്ലേണ്ടതാണ്, പട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത്യന്തം ഹീനമായ ഹിംസാത്മകമായ ഭാഷയിലാണ്. അത് ഇതിൻ്റെ തന്നെ വേറൊരു തരത്തിലുള്ള ആൾക്കൂട്ടാക്രമണമാണ് ഇതിനെതിരെ അഴിച്ചുവിടുന്നത്. വാസ്തവത്തിൽ അത് ഇതിനൊരു നിലയ്ക്കും പരിഹാരമല്ല. ഞാനതുകൊണ്ടാണ് നേരത്തെ ഈ വയലൻസ് അന്തരീക്ഷത്തിൽ മുറുകുന്നതിനെ കുറിച്ച് പറഞ്ഞത്. ഈ തിരിച്ചൊരു കൗണ്ടർ വയലൻസിൻ്റെ ടോണുണ്ടാക്കി പരമാവധി അതിനെ പെരുപ്പിച്ചെടുക്കുക. ഇപ്പം തന്നെ നമ്മുടെ നാട്ടിൽ നോക്കിയാൽ നമുക്ക് കാണാമല്ലോ, ഏത് കുറ്റകൃത്യം നടന്നാലും ഉടനെ അവരെ കൊല്ലണമെന്ന് വാദിക്കുന്ന വലിയൊരു ആൾക്കൂട്ടം വരും. വാസ്തവത്തിൽ എത്ര ഭയാനകമായൊരു കാര്യമാണ്. നമ്മുടെ ആൾക്കൂട്ടത്തിൽ ഇത് പെരുകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വാസ്തവത്തിൽ ശ്രദ്ധാപൂർവം കാണേണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദുവിൻ്റെ ഡാറ്റ അനാലിസിസിൽ കണ്ടൊരു കാര്യം, ഇന്ത്യയിലെ 85% ആളുകൾ ഒരു അതോറിറ്റേറിയൻ ലീഡർഷിപ്പിന് ഇഷ്ടപ്പെടുന്നു എന്നാണ്. ഇതൊരു ഇന്നലത്തേലോ മറ്റോ കണ്ടൊരു കാര്യം. 85% ആളുകളും ഒരു പട്ടാള ഭരണാധികാരിയെയോ ഒരു സ്വേച്ഛാധിപതിയെയോ സ്വീകരിക്കാൻ സന്നദ്ധരാണ്. ആ മനോനില ഉണ്ടെങ്കിൽ പിന്നെ വയലൻസ് എന്ന് പറയുന്നതിന് കുട്ടികളുടെ മേത്ത് കയറിയിട്ട് കാര്യം ഉണ്ടാവില്ല. കാരണം ഈ മനോനിലയാണല്ലോ എല്ലാറ്റിനും സൊസൈറ്റിയുടെ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതിനെതിരായ പ്രതികരണത്തിലും വാസ്തവത്തിൽ ഇങ്ങനെ ഒരു ഹിംസാത്മകത കാണുന്നുണ്ട്. പക്ഷേ ഈ സിദ്ധാർത്ഥനെ എങ്ങനെയാണ് കേരള സൊസൈറ്റി, SFI അടക്കമുള്ള സംഘടനകൾ ഓർക്കേണ്ടത്, അല്ലെങ്കിൽ സിദ്ധാർത്ഥനോട് ഏത് നിലക്കുള്ള ഒരു ആഭിമുഖ്യമാണ് നമുക്കുണ്ടാകേണ്ടതെന്നാണ് മാഷ് വിചാരിക്കുന്നത്? ഒന്ന്, ഇത് സമീപകാലത്ത് ഈ ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ വായിക്കുകയും അറിയുകയും ചെയ്തിട്ട് ഇത്രമാത്രം ബേജാറായിപ്പോയൊരു സംഭവം സത്യത്തിലില്ല. വല്ലാത്ത ഇത് വസ്തുതാപരമാണോ, ഇത് വെറുതെ പറയുന്നതാണോ, ഇത് ഓരോന്നും നടന്നതാണെന്ന് മനസ്സിലാക്കുമ്പോഴേക്ക് നമ്മുടെ ആധി കൂടുകയാണ്. അത് മാഷക്കും ഈ സൊസൈറ്റിയിലെ എല്ലാ ആളുകൾക്കും ഒരു സംശയമില്ലാത്ത വിധം അങ്ങനെ ആയിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ആലോചിക്കും തോറും നമ്മുടെ ഉള്ളിൽ ഇത് ഉയർന്നു വരും. അപ്പോൾ ഏത് നിലക്ക് നമ്മുടെ സൊസൈറ്റി സിദ്ധാർത്ഥനെ കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നമ്മുടെ കാര്യങ്ങളിലേക്കും കൊണ്ടുപോകുന്നൊരു ഐക്കണായിട്ട് കാണുന്ന മാഷ് വിചാരിക്കും? അല്ല, എനിക്ക് തോന്നുന്നത് നമ്മൾ അകമേ ജനാധിപത്യത്തെ മുറുകെ പിടിക്കേണ്ടതിൻ്റെയും സംവാദശേഷിയെ നിലനിർത്തേണ്ടതിൻ്റെയും ആവശ്യകത ഏറ്റവും കൂടുതൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഭിന്നാഭിപ്രായങ്ങൾ നിശ്ചയമായിട്ടുണ്ടാവും. അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ആൾക്കൂട്ടമുഷ്ക് എന്ന് പറയുന്ന ഒന്നിനെ നമുക്കൊരു നിലയിലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന് പകരം വയ്ക്കാൻ കഴിയില്ല. ആൾക്കൂട്ടമുഷ്കും അതിൻ്റെ തമ്മാടിത്തവും രാഷ്ട്രീയത്തിന് പകരമാകാനേ കഴിയുന്നതല്ല. അത് ആത്യന്തികമായിട്ട് ഇതുപോലുള്ള വലിയ ഹിംസയിലേക്ക് മാത്രമേ ചെന്ന് ചേരുള്ളൂ. അപ്പോൾ ആ നിലയിൽ നമ്മളെ തന്നെ കൂടുതൽ ജനാധിപത്യപരമായ രീതികളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരു വലിയ താക്കീതാണ്. വാസ്തവത്തിൽ താക്കീത് എന്നുള്ള വാക്കൊന്നും പര്യാപ്തമല്ല. കാരണം സനീഷ് പറഞ്ഞ പോലെയാണ്, ഓരോ വിവരം അറിയും തോറും നമ്മൾ തന്നെ വലിയൊരു ആധിയിലേക്കും വലിയൊരു നടുക്കത്തിലേക്കും അനുനിമിഷം പോകുന്ന മട്ടിലാണ് അതിൻ്റെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരുന്നത്. ചിലതിലൊക്കെ അവാസ്തവങ്ങളുണ്ടാവുമായിരിക്കും, 100% വസ്തുത എന്താണെന്നുള്ളത് അത്ര വ്യക്തമായിരിക്കണം എന്നില്ല. പക്ഷേ എങ്കിലും വന്നിടത്തോളം വസ്തുതകൾ തന്നെ നമ്മെ ഭയപ്പെടുത്തുന്നതും ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമുക്ക് മാരകമായ ആഘാതം ഏൽപ്പിച്ചതുമായ ഒരു കാര്യമാണ്. അപ്പം അതിനെ നമ്മളെ തന്നെ തിരുത്താനുള്ള സംഘടനാ ശരീരത്തെ തിരുത്താൻ സംഘടനാ നേതാക്കൾ, പൊതുരാഷ്ട്രീയത്തെ ജനാധിപത്യപരമാക്കാൻ പൊതുരാഷ്ട്രീയ സമൂഹം, ക്ലാസ് മുറികളെയും ക്യാമ്പസിനെയും സംവാദാത്മകമാക്കാൻ വിദ്യാർത്ഥികളും അധ്യാപകരും, പിന്നെ പരസ്പരമുള്ളൊരു തുറസിനെ നിലനിർത്താൻ, ഒരു ഏകാധിപത്യത്തിൻ്റെ യുക്തിയിലേക്ക് അവരവർ പോകുന്നതിനെ തടയാൻ, ഹിംസയുടെ യുക്തിക്ക് സ്വയം കീഴ്പ്പെടാതിരിക്കാൻ ഒക്കെയുള്ള ഒരു വലിയ താക്കീതായിട്ട് വാസ്തവത്തിൽ ഇതിനെ കാണേണ്ടി വരുന്നെന്ന് എനിക്ക് തോന്നുന്നു.